മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ചായ തിളയ്ക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. പഴുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. റോബസ്റ്റ പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ളതാണ്. ഇതുപോലെ പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ കളയുവാണല്ലോ പതിവ്, എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ വെച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി 2 ടേബിൾ സ്പൂൺ വറുത്തിട്ടുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ആ മധുരമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 നുള്ളു ഉപ്പും കുറച്ച് കറുത്ത എള്ളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. സ്നാക്സിന് ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 4 ഏലക്ക ചതച്ച് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴവും ഇതുപോലെ അരിഞ്ഞ് ചേർക്കുകയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. സ്നാക്സിന് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇവയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ അളവനുസരിച്ചിട്ട് ചിലപ്പോൾ ഗോതമ്പ് പൊടിയുടെ മെഷർമെൻറ്റിന് വ്യത്യാസം വരും. അതപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഓയിലിലോട്ട് നമുക്കിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കണം. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒത്തിരി അങ്ങ് ലൂസും ആയിരിക്കില്ല, ഒത്തിരി അങ്ങ് ടൈറ്റും ആകാൻ പാടില്ല. ആ ഒരു പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇവയെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു മാറ്റി വയ്ക്കാം. അതിനുശേഷമാണ് ഞാൻ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ സ്നാക്സ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കൈ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് നമുക്ക് കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കണം. പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് മൊരിച്ചെടുക്കേണ്ടതുണ്ട്. കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ നിറത്തിലായി കിട്ടണം. ഗോതമ്പ് പൊടിക്ക് പകരം അതേ അളവിൽ നമുക്ക് മൈദ ചേർത്ത് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പഴുത്ത പഴമായതുകൊണ്ട് ഒത്തിരി എണ്ണയൊന്നും കുടിക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കറക്റ്റായിട്ട് തന്നെ ഈ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, എണ്ണയൊന്നും അധികം പിടിക്കാതെ തന്നെ. കളറൊക്കെ മാറി നല്ല ബ്രൗൺ നിറമായപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളവയും തയ്യാറാക്കി എടുക്കുന്നത്. ഈ സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.